കുട്ടിക്കാലത്ത് അമ്മച്ചി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്ന പലഹാരം പുട്ടാണ്. അപ്പോൾ എന്നും പുട്ടാകുമ്പം ഞങ്ങൾക്ക് മടുക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഉള്ളിപ്പുട്ടൊക്കെ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പുട്ടിന് കറി പോലും വേണ്ട ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഉള്ളിപ്പുട്ട് നോക്കാം. അപ്പം നമുക്ക് വൈറ്റ് പുട്ടുപൊടി വേണം. ഞാനിവിടെ നിറപറയുടെ വൈറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് അങ്ങ് നനച്ച് മാറ്റി വയ്ക്കാവേ. ഈ ഒരു പുട്ടുപൊടിക്ക് പണ്ട് അമ്മച്ചി ഇങ്ങനെ അടുപ്പിലൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്ന ആ ഒരു പുട്ടുപൊടിയുടെ അതേ മണമാണ് കേട്ടോ. നമുക്കിപ്പം അതിനൊന്നും മെനക്കെടണ്ട. ഇതുപോലെ നിറപറയുടെ പുട്ടുപൊടി ഉള്ളപ്പം ഇനി നമുക്ക് ഫ്രൈ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചെറുതായിട്ടരിഞ്ഞ് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും തേങ്ങ തിരുമിയതും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് മൂത്ത് പോകണ്ട ഈ ഒരു പരുവത്തിലെ. ഇനി നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി മൂപ്പിച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ നമ്മളില്ലേ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തിയുമാണ്, നല്ലൊരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ പുട്ടിന്. ആ ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങായും നമ്മുടെ ആ ഒരു പുട്ടിൻ്റെ മിക്സും കൂടെ കലർത്തി വെച്ചിട്ട് ആവി കയറ്റി അങ്ങ് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ നമ്മുടെ പുട്ട് വേവാനായിട്ട്. ഇനി നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം ആ പുട്ടങ്ങ് കഴിക്കുക. നമ്മുടെ മക്കൾക്കും കൂടെ കൊടുക്കുക കേട്ടോ. നമ്മൾ തലമുറകളായിട്ട് കൈമാറി വരുന്ന ആ രുചിയൊക്കെ അവരും കൂടെ അറിയട്ടേന്നേ. ആ പഴയകാല രുചിയൊക്കെ കിട്ടാനായിട്ട് നിറപറയുടെ വൈറ്റ് പുട്ടുപൊടി അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കേ.